ബി.ജെ.പി. നേതാക്കളായ പി.സി. ജോർജിനും ഷോൺ ജോർജിനുമെതിരെ പാലാ ബിഷപ്പിന്റെ രൂക്ഷ വിമർശനം. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല എന്ന് മാർ ജോസഫ് കല്ലറങ്ങാട് പറഞ്ഞു. മെത്രാന്മാരും വൈദികരും ന്യൂട്രൽ ആയിരിക്കണമെന്ന് പറയാൻ സാധിക്കില്ല. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നു. രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് വോട്ട് ചോദിക്കാൻ സഭയ്ക്ക് അവകാശമുണ്ടെന്നും പാലാ ബിഷപ്പ് പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ആരാണെങ്കിലും മത നേതാക്കന്മാർക്ക് അവരുടെ നേരെ മാന്യമല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നതും സംസാരിക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിപ്രായം പറയുമ്പോൾ വിശ്വാസികളുടെ വികാരത്തെ മാനിക്കണം. ചാനലുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ സംസാരിക്കരുത്. നമുക്കൊരു ചാനൽ ഭാഷ കയ്യടി അല്ലെങ്കിൽ ഒരു ചാനൽ സംഭാഷണ സംസ്കാരം സൃഷ്ടിക്കണം എന്ന കാര്യത്തിന് വേണ്ടി മാത്രം മുമ്പോട്ട് പോകുന്നത് ശരിയല്ല. ആരെങ്കിലും നമ്മൾ അത്തരം തെറ്റുകൾ സമൂഹത്തെ അറിയിക്കണം. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആരും നമ്മളെ പേടിപ്പിക്കേണ്ടതില്ല. അജിത് ബാബു വിവരങ്ങളുമായി നമുക്കൊപ്പം കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. അജിത്ത്, ഗുഡ് മോർണിംഗ്. പി.സി. ജോർജിനും മകൻ ഷോൺ ജോർജിനുമെതിരെ കടുത്ത വിമർശനമാണ്, വലിയ വിമർശനമാണ്. ലക്ഷ്മി, വെരി ഗുഡ് മോർണിംഗ്. ഇതിൽ ഈ വളരെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നൊരു പ്രതികരണമാണ്. കാരണം നമുക്കറിയാം, ഈ പ്രതികരണം പി.സി. ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും പ്രതികരണം, ഷോൺ ജോർജ് ദീപികയ്ക്കെതിരെ മാത്രമാണ് പറഞ്ഞതെന്നും പി.സി. ജോർജ് താൻ കാഞ്ഞിരപ്പള്ളി മെത്രാനുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പ്രതികരിച്ചതെന്നുമുള്ള നിലപാടാണ് അവസാനം എത്തിയത്. പക്ഷെ ആ കാര്യത്തിൽ സഭയ്ക്ക് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ സഭ അത് അറിയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഈ രണ്ട് വിഭാഗവും ഇത്തരത്തിൽ ഷോൺ ജോർജ് ആകട്ടെ, ബി.ജെ.പി. ആകട്ടെ, പി.സി. ജോർജ് ആകട്ടെ, ഈ പാലയുമായി ബന്ധപ്പെട്ട് സുതാര്യമായ നിലപാടാണ് സഭ സ്വീകരിച്ചത്, രൂപത സ്വീകരിച്ചതെന്നൊക്കെ പറയുമ്പോഴും പക്ഷേ അക്കാര്യത്തിൽ സഭയ്ക്കുള്ള കൃത്യമായ അതൃപ്തി പ്രകടമാകുന്ന പ്രതികരണമാണ്. FCRI വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയ പ്രധാനപ്പെട്ട ആളുകളിൽ ഒന്ന് പാലാ ബിഷപ്പ് കൂടിയാണ്. അത്തരത്തിൽ അതിനുശേഷം ഈ പ്രസ്താവനകൾ വിവാദമായതിനു ശേഷമാണ് അത് കാഞ്ഞിരപ്പള്ളിയിലേക്ക് മാത്രമായി ചുരുക്കാനുള്ള ശ്രമം ഉണ്ടായതും. അതും വലിയ അധിക്ഷേപകരമായ പരാമർശമായിരുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാനത്താകെ വലിയ തരത്തിലുള്ള എതിർപ്പാണ് ഈ പ്രതികരണങ്ങളിൽ, ബി.ജെ.പിയുടെ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണങ്ങളിൽ സഭയ്ക്കുള്ളത്. ദീപികയ്ക്കെതിരെയുള്ള കടന്നാക്രമണത്തിലും സമാനമായ അതൃപ്തിയുണ്ട്. അത് പ്രകടമാകുന്ന പ്രതികരണം. ഇത്തരത്തിൽ ഇനി അത് തുടർന്നാൽ എന്തായിരിക്കും അതിന്റെ പ്രത്യാഘാതം എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണം കൂടിയാണ്. ആരുടെയും ഭീഷണി വേണ്ട എന്ന് സഭ പറഞ്ഞു വെക്കുകയാണ്. പ്രത്യേകിച്ച് പാലാ ബിഷപ്പ് പറഞ്ഞു വെക്കുകയാണ്. നമുക്കറിയാം, പാലയിലാണ് ഈ FCRI വിഷയം ഏറ്റവും ശക്തമായി ചർച്ച ചെയ്തൊരു സ്ഥലമുള്ളത്. അവിടെ തന്നെ ഈ പ്രതികരണം വരുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യം വലിയ കൂടുതലാണ്. രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് വോട്ട് ചോദിക്കാനുള്ള അവകാശം സഭയ്ക്കുണ്ട്. മാത്രമല്ല, ചാനലുകൾക്ക് വേണ്ടി സംസാരിക്കരുത്, ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നുവെന്നും മത നേതാക്കന്മാരെ കുറിച്ച് എന്തും വിളിച്ചു പറയുന്നുവെന്നും വിമർശനങ്ങൾ പോലും മാന്യമായ ഭാഷയിലായിരിക്കണമെന്ന് കൂടി പാലാ ബിഷപ്പ് പറയുന്നു. അത് വളരെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ബി.ജെ.പിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ബി.ജെ.പി. ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ രീതിയിൽ ലക്ഷ്യമിട്ടിരുന്നു. ആ ലക്ഷ്യം പാലാ ബിഷപ്പിന്റെ മറുപടി വന്നിട്ടുണ്ട്. ഇനി പി.സി. ജോർജും മകൻ ഷോൺ ജോർജും ഈ വിഷയത്തിൽ കുറച്ചെങ്കിലും ഒരു അടക്കത്തോടുകൂടി പെരുമാറുമോ, അല്ലെങ്കിൽ ഒരു മാന്യതയോടുകൂടി സംസാരിക്കുമോ എന്നുള്ളത് കാത്തിരുന്നറിയാം. നമ്മൾ